ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മൾ മുന്നേ ഇൻസ്റ്റാൾ ചെയ്ത പല ആപ്ലിക്കേഷനും നമുക്ക് പിന്നീട് ഒരിക്കൽ വേണമെന്ന് നമുക്ക് പെട്ടെന്ന് തോന്നിയിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു ആപ്ലിക്കേഷൻ്റെ ലിങ്കോ അല്ലെങ്കിൽ ആ ഒരു ആപ്ലിക്കേഷൻ നമ്മളെ ഫോണിലോ ഒന്നും കാണില്ല. അപ്പോൾ നമ്മളിങ്ങനെ പല സമയത്തും ഇങ്ങനെ അന്വേഷിക്കുക, ആ ഒരു ആപ്പിൻ്റെ പേര് നമ്മൾ പ്ലേ സ്റ്റോറിലോ അല്ലെങ്കിൽ മറ്റേ ആപ്ലിക്കേഷനിലൊക്കെ നമ്മൾ സെർച്ച് ചെയ്തിട്ട് നമ്മൾ നോക്കാറുണ്ട്. അപ്പോൾ ഒന്നും നമുക്ക് കറക്റ്റായിട്ടുള്ള ആ ഒരു ആപ്ലിക്കേഷൻ നമുക്ക് കിട്ടണമെന്നില്ല. അപ്പം ഈ ഒരു പ്രശ്നം അല്ലെങ്കിൽ നമ്മൾ പ്ലേ സ്റ്റോറിൽ നിന്നും നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത ആപ്ലിക്കേഷൻ്റെ ഒരു ലിസ്റ്റ് നമുക്ക് എടുക്കാൻ പറ്റും. അത് പറഞ്ഞാൽ സിമ്പിളായിട്ട് നമുക്ക് പ്ലേ സ്റ്റോറിൽ നമുക്ക് ഓപ്ഷൻസിൽ പോയിട്ടുണ്ടെങ്കിൽ അങ്ങനെ ആപ്ലിക്കേഷൻ്റെ ലിസ്റ്റ് നമുക്ക് കിട്ടും. നമ്മൾ മുന്നേ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചത് അല്ലെങ്കിൽ നമ്മളെ ഫോണിൽ ഇൻസ്റ്റാൾ ആയിട്ടുള്ളത്, അതുപോലെ തന്നെ നമ്മളെ ഫോണിൽ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ട് അൺഇൻസ്റ്റാൾ ചെയ്ത ആപ്ലിക്കേഷനും കാര്യങ്ങളൊക്കെ നമ്മളെ പ്ലേ സ്റ്റോറിൽ ലിസ്റ്റിൽ വന്നിട്ടുണ്ടാവും. അപ്പം ഇതിൻ്റെ ഉപയോഗം എന്ന് പറഞ്ഞാൽ നമ്മൾ മുന്നേ യൂസ് ചെയ്ത നല്ല ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ നമ്മൾ തപ്പിയിട്ട് കിട്ടിയിട്ടില്ലെങ്കിൽ ഈ ഒരു ലിസ്റ്റിൽ പോയി നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഈ ഒരു ആപ്ലിക്കേഷൻ കിട്ടുന്നതാണ്. അപ്പോൾ അതൊക്കെ തന്നെയാണ് ഇതിൻ്റെ ഒരു ഉപയോഗം. പിന്നെ ഈ ഒരു പ്ലേ സ്റ്റോറിൽ നമ്മൾ ഈ ഒരു ഡാറ്റ ഗൂഗിളിൽ ആയിട്ടാണ് സേവ് ചെയ്യുന്നത്. അപ്പം ആ ഒരു ആപ്ലിക്കേഷൻ്റെ അല്ലെങ്കിൽ അത്രയും ആപ്സിൻ്റെ ആ ഒരു സ്പേസ് നമ്മളെ പ്ലേ സ്റ്റോറിൽ നമ്മൾ ഡാറ്റയിൽ യൂസ് ചെയ്യും. അപ്പോൾ അതിൽ പോയിട്ട് നമുക്ക് വേണ്ടാത്ത ആപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അതിൽ പോയിട്ട് സെലക്ട് ചെയ്തിട്ട് ക്ലിയർ ചെയ്യാനും പറ്റും. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു ട്രിക്ക് അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ ഒരു സിമ്പിളായിട്ടുള്ള ട്രിക്ക് നമുക്ക് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. അതിന് വേണ്ടി നമ്മൾ പ്ലേ സ്റ്റോർ ജസ്റ്റ് ഒന്ന് എടുക്കുക. പ്ലേ സ്റ്റോർ എടുത്തിട്ട് നമ്മൾ സെറ്റിങ്സിലേക്ക് പോകുന്ന വഴി മാനേജ് ആപ്സ് ആൻഡ് ഡിവൈസ് എന്ന് പറയുന്ന ഓപ്ഷൻസിൽ പോവുക. അപ്പോൾ അതിൽ മാനേജ് എന്ന് പറയുന്നുള്ള ഓപ്ഷനിൽ നിന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ മാനേജ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കിവിടെ ലിസ്റ്റ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് കുറച്ച് ആപ്ലിക്കേഷൻസ് ഉണ്ടാവും. എൻ്റെ അല്ലെങ്കിൽ എൻ്റെ ഫോണിൽ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആപ്ലിക്കേഷൻസാണ് നമ്മൾ ഇതിലുള്ളത്. അപ്പോൾ ഇതിൽ നമുക്ക് അടുത്ത ഓപ്ഷനിലേക്ക് പോവുകയാണെങ്കിൽ അപ്ഡേറ്റ്സ് വേണ്ടിയിട്ടുള്ള ആപ്ലിക്കേഷൻസാണ് ഈ ഒരു ഇതിലുള്ളത്. ഇതിൽ ഗെയിംസ് ഏതൊക്കെയാണെന്ന് നോക്കുന്നത് ആണ് ഈ ഒരു സെക്ടർ. അപ്പോൾ നമുക്ക് ഈ ഒരു ഇതിൽ നമുക്ക് ഇൻസ്റ്റാൾഡ് എന്നുള്ള ഓപ്ഷനിൽ നമ്മൾ മാറ്റി ക്ലിക്ക് ചെയ്യേണ്ട ഒരു ഓപ്ഷൻ ഉണ്ട്. ഈ ഒരു ഇൻസ്റ്റാൾഡ് എന്നുള്ളത് നമ്മൾ മാറ്റി നോട്ട് ഇൻസ്റ്റാൾഡ് എന്ന് പറയുന്ന ഓപ്ഷനിലേക്ക് വരുത്തുക. അപ്പോൾ നോട്ട് ഇൻസ്റ്റാൾഡ് എന്ന ഓപ്ഷനിൽ വരുത്തുമ്പോൾ നമുക്ക് നമ്മൾ മുന്നേ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള ആപ്ലിക്കേഷൻസും കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഒരു അക്കൗണ്ടിൽ അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു പ്ലേ സ്റ്റോറിൽ ഈ ഒരു അക്കൗണ്ടിൽ നമ്മൾ മുന്നേ അല്ലെങ്കിൽ പണ്ട് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത ആപ്ലിക്കേഷൻസൊക്കെ നമുക്കിതിൽ ലിസ്റ്റായിട്ട് കിട്ടും. അപ്പം ഇതൊക്കെ എൻ്റെ ഈ ഒരു അക്കൗണ്ട് എന്ന് പറയുന്നത് ഞാൻ ഈ അടുത്തൊന്നും ഞാൻ പ്ലേ യൂസ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഇതൊക്കെ പണ്ടത്തെ എൻ്റെ വേറൊരു പഴയ ഒരു ഫോൺ ഉണ്ടായിരുന്നു, ആ ഒരു ടൈമിലുള്ള ആപ്ലിക്കേഷൻസൊക്കെയാണ് നമ്മൾ ഇതിൽ കാണുന്നത്. ഇത്രയും ലിസ്റ്റഡ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ നോട്ട് ഇൻസ്റ്റാൾഡ് ആണ്. നമ്മൾ ഈ ഒരു അക്കൗണ്ടിൽ അല്ലെങ്കിൽ ഈ ഒരു ഫോണിലാണല്ലോ ഈ ഒരു അക്കൗണ്ട് ഉള്ളത്. അപ്പോൾ ഡാറ്റയും കാര്യങ്ങളൊക്കെ ഈ ഒരു ഫോണിലും അക്കൗണ്ടിലായിട്ട് കറക്റ്റായിട്ട് നിൽക്കും. അപ്പോൾ ഇതിൽ നമുക്ക് ഇവിടെ ക്ലിയർ അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ഇവിടുന്ന് റിമൂവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടുന്ന് റിമൂവ് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ സ്പേസും കാര്യങ്ങളൊക്കെ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു ട്രിക്കിൻ്റെ ഇത്. പിന്നെ നമുക്ക് ഇതിലൊക്കെ പല ആപ്ലിക്കേഷൻസും ഞാൻ പണ്ട് യൂസ് ചെയ്ത പല നല്ല ആപ്ലിക്കേഷൻസൊക്കെ ഇതിലുണ്ട്. അപ്പോൾ നമുക്ക് അതിൽ എന്ത് ചെയ്യാം, സെലക്ട് ചെയ്തിട്ട് നമുക്ക് യൂസ് ചെയ്യാനും പറ്റും. പഴയ ഗെയിംസും കാര്യങ്ങളൊക്കെ ഈ ഒരു ലിസ്റ്റിൽ നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നത്. സിമ്പിളായിട്ട് നമ്മൾ പ്ലേ സ്റ്റോറിൽ യൂസ് ചെയ്തിട്ട് നമുക്ക് പഴയ ആപ്ലിക്കേഷൻസൊക്കെ തിരിച്ചെടുക്കാനും പറ്റും. അതുപോലെ തന്നെ നമുക്ക് സെലക്ട് ചെയ്തിട്ട് ആ ഒരു സ്പേസ് നമുക്ക് ക്ലിയർ ഔട്ട് ചെയ്യാനും പറ്റും. അപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങളെൻ്റെ ചാനൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ അടിച്ചിട്ടുണ്ടെങ്കിൽ ഞാനിടുന്ന ഇതുപോലത്തെ വീഡിയോസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരും. അപ്പോൾ കൂടുതലൊന്നും പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല, നമുക്ക് വീഡിയോ ഇവിടെ ജസ്റ്റ് വൈൻഡപ്പ് ചെയ്യാം. അടുത്ത ഏതെങ്കിലും കിടിലം വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ ഗായ്സ്, ബൈ. ഞാൻ അജയ് സിദ്ധാണ്.